ദക്ഷിണ ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജവംശങ്ങളാണ് മൂവേന്ദ്രർ എന്നറിയപ്പെടുന്ന ചോള, ചേര, പാണ്ഡ്യ സാമ്രാജ്യങ്ങൾ. അവരിൽ ഏറ്റവും പ്രാചീനമായ രാജവംശമാണ് ചേര സാമ്രാജ്യം. ആദ്യകാല സംഘ സാഹിത്യകൃതികളിൽ ചേര സാമ്രാജ്യത്തെക്കുറിച്ച് വളരെ വിശദമായ രേഖപ്പെടുത്തലുകളുണ്ട്. BC 3-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയാണ് ചേര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്തൻ്റെ സ്ഥാനപതി മെഗസ്തിസ് കേരളത്തിന് നൽകിയ പേര് ചേരമൈ എന്നായിരുന്നു. ചേരൽ എന്ന വാക്കിൽ നിന്നാണ് കേരളമായി അറിയപ്പെടാൻ തുടങ്ങിയത്. ആദ്യ കാലഘട്ടത്തിൽ ഗ്രീക്ക്, റോമൻ രാജ്യങ്ങളുമായി ചേരർ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രധാന വ്യാപാര വസ്തുക്കൾ. ക്രമേണ ചേരന്മാരുടെ അധീശത്വം മധ്യ കേരളം മുതൽ പടിഞ്ഞാറൻ തമിഴ്നാട് വരെ വ്യാപിച്ചു. ആദ്യകാലം കേരളത്തിലെ കുട്ടനാട് പ്രദേശങ്ങളുടെ അധിപരായിരുന്നു ചേരർ. ആദ്യകാല സംഘകൃതിയായ ചിലപ്പതികാരത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രങ്ങളിലൊന്നും ചേര രാജാവുമായിരുന്നു ചെങ്കുട്ടവൻ. ആരാണ് ചേരന്മാർ? പ്രാചീന തമിഴകത്തെ വില്ലവരാണ് ചേരന്മാർ. ചേരന്മാരുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ചും വളരെ വിശദമായ ചരിത്രവുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. തമിഴ് വംശപാരമ്പര്യമുള്ള പുരാതന ദ്രാവിഡ രാജവംശരായിരുന്നു ചേരർ. വേണാട്, കുട്ടനാട്, പഴിനാട് തുടങ്ങിയ പ്രദേശങ്ങളും തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള പ്രദേശവും ഉൾപ്പെടുന്നു. എന്നാൽ പുരാതന കാലത്ത് രാജ്യങ്ങളുടെ അതിർത്തികൾ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതിനാൽ എപ്പോഴും അവർക്ക് ഈ പ്രദേശങ്ങളെല്ലാം ഭരിക്കാൻ സാധിച്ചിരുന്നില്ല. ചേരരുടെ തലസ്ഥാനം വഞ്ചിയായിരുന്നു. ഇത് മുസിരീസ്, കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കരിവൂർ എന്നിങ്ങനെ പല വിധത്തിൽ തിരിച്ചറിയപ്പെടുന്നു. ഈ വംശാവലിയിലെ ചില പ്രധാന വ്യക്തികളാണ് ഇമയവരമ്പൻ, നെടുംചേരളത്താൻ, പെരുഞ്ചൂട്രൂതിയൻ, ഇളങ്കോ അടികൾ എന്നിവർ. ശിലപ്പതികാരം, കുലശേഖര ആഴ്വാർ, ചേരമാൻ പെരുമാൾ നായകർ തുടങ്ങിയ മഹത്തായ ഗ്രന്ഥങ്ങളുടെ രചന നിർവഹിച്ചത് ചേരകുലത്തിൽ പിറന്ന ഈ മഹാന്മാരാണ്. സംഘകാലത്തെ ഏറ്റവും പ്രധാന രാജവംശമായിരുന്നു ചേര രാജവംശം. ഉറയൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചോളന്മാരോടൊപ്പം മധുര ആസ്ഥാനമാക്കിയ പാണ്ഡ്യന്മാരോടൊപ്പം മൂവേന്ദർ എന്ന പേരിൽ ചേരർ അറിയപ്പെട്ടു. കേരളപുത്രർ എന്ന മറ്റൊരു നാമവും ചേരർക്കുണ്ടായിരുന്നു. തമിഴ് പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദിയാൻ കേരളത്താനാണ് ചേരരുടെ ആദ്യ ഭരണാധികാരി എന്ന് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴും ചോളന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള നിരന്തര സംഘർഷങ്ങളിലൂടെയാണ് ചേര സാമ്രാജ്യവും കടന്നുപോയത്. ചേരകുലം വലിയൊരു സാമ്രാജ്യമായി വികാസം പ്രാപിച്ചപ്പോൾ അവിടെ നിന്ന് ഉയർന്നു വന്ന മികച്ച ഭരണാധികാരിയാണ് കുലശേഖര ആഴ്വാർ. അത് പിന്നീട് കുലശേഖര കുലമായി പരിണമിച്ചു. ചേരരുടെ വംശപരമ്പരയുടെ തുടർച്ചയെന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്ന കുലശേഖര ആഴ്വാർ AD 800 മുതൽ 20 വർഷത്തേക്ക് കേരളത്തിലെ തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി ഭരണം നിർവഹിച്ചു. ഇദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായി വന്ന ഭരണാധികാരികൾ രാമവർമ്മ, കുലശേഖര പെരുമാൾ, രാമർ തിരുവടി എന്നിവരായിരുന്നു. ചേരരുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏറ്റവും അധികം ലഭ്യമായത് പതിറ്റുപാട്ട്, അകനാനൂറ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നും റോമൻ നാണയങ്ങളിൽ നിന്നും ആശയം ഉൾക്കൊണ്ട് ചേരർ പുറത്തിറക്കിയ പുറനാനൂറ്, ചെമ്പ്, ഈയ നാണയങ്ങളിൽ നിന്നുമാണ്. ചേര സാമ്രാജ്യത്തിൻ്റെ 3 തലമുറ ഭരണാധികാരികളെക്കുറിച്ച് പുകളൂർ തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. പ്രാചീന തമിഴ് സാഹിത്യകൃതിയായ ശിലപ്പതികാരത്തിൽ ചേരരുടെ രാജസഭയെക്കുറിച്ചും ഭരണരീതികളെക്കുറിച്ചും വളരെ അവ്യക്തമായ ചില അറിവുകൾ ലഭിക്കുന്നുണ്ട്. ചേര സാമ്രാജ്യം പല പ്രദേശങ്ങളായി തിരിച്ചാണോ ഭരണം നിർവഹിച്ചത് എന്ന് ഇന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. ഗ്രാമസഭ എന്ന ആശയം അവതരിപ്പിച്ചത് ചേരരുടെ ഭരണകാലത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ ഭരണചിഹ്നം അമ്പും വില്ലുമായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ നടത്തിയിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, കല്ലുകൾ തുടങ്ങിയ അമൂല്യ വസ്തുക്കളുടെ വ്യാപാര സൗകര്യാർത്ഥം ചേരർ തങ്ങളുടെ ആസ്ഥാനം അത്തരം പ്രദേശങ്ങളിലേക്ക് സ്ഥാപിച്ചു. ചേരരുടെ ആദ്യ 3 തലമുറ ഭരണാധികാരികളാണ് പെരുംസൊരു, ഉദിയൻ ചേർലത്താൻ, ഇമയവരമ്പൻ, നെടും ചേർലത്താൻ, ചേരൻ ചെങ്കുട്ടവൻ എന്നിവർ. ചേര രാജവംശത്തിലെ ആദ്യകാല ഭരണാധികാരികൾ ഒരാളാണ് പെരുംസൊറ് ഉദിയൻ ചേർലത്താൻ. സൈനിക മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ തമിഴ് സാഹിത്യകൃതികളിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മഹാനായ ഭക്ഷണദാതാവ് എന്നാണ് പെരുംസൊറ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരിൻ്റെ അർത്ഥം. തൻ്റെ പ്രജകളോടും സൈന്യത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഉദാരതയാണ് ഈ പേര് പ്രതിഫലിപ്പിക്കുന്നത്.
തൻ്റെ ജനങ്ങളുടെ ക്ഷേമവും രാജ്യത്തിൻ്റെ സമൃദ്ധിയും ഉറപ്പാക്കുന്ന ജ്ഞാനിയും ദയാലുവുമായ രാജാവായാണ് അദ്ദേഹത്തെ തമിഴ് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയിൽ വന്ന ഇമയവരമ്പൻ നെടുംചേരലെത്താൻ ചേര സാമ്രാജ്യ വികസനത്തിന് ഏറെ പ്രാധാന്യം നൽകി. ഇമയവരമ്പൻ എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് തൻ്റെ രാജ്യം ഹിമാലയത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടമായാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പടയോട്ടങ്ങൾ ദക്ഷിണേന്ത്യയിൽ ചേര സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായകരമായി. വിദേശ ശക്തികളുമായി ശക്തമായ വ്യാപാര ബന്ധം നിലനിർത്തിക്കൊണ്ട് അയൽ രാജ്യങ്ങളെ വെല്ലുവിളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിലാണ് ചേര ചരിത്രം ഏറെ പ്രാധാന്യം കണ്ടത്. ചുവന്ന ചേരൻ അഥവാ നല്ല ചേരൻ എന്നറിയപ്പെടുന്ന ചേരൻ സെങ്കുട്ടവൻ ചേര സാമ്രാജ്യത്തിലെ ഏറ്റവും മഹാനായ രാജാവായി കണക്കാക്കപ്പെടുന്നു. ഹിമാലയൻ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം നടത്തിയ പടയോട്ടം അനേകം വടക്കേ ഇന്ത്യൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ചേര സാമ്രാജ്യത്തിൻ്റെ വികാസത്തിനുള്ള വഴിയൊരുക്കി. തമിഴ്നാട്ടിൽ കണ്ണകിയെ ഉത്തമ ഭാര്യയായി ആരാധിക്കാൻ തുടങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. ഭരണ ആസ്ഥാനമായ വഞ്ചിയോടൊപ്പം തന്നെ കടൽക്കരയിൽ സ്ഥാപിക്കപ്പെട്ട പോർട്ടുകളായ മുസരീസ്, തൊണ്ടി തുടങ്ങിയവ വിദേശ രാജ്യങ്ങളുമായി കടൽ വഴി നടത്തിയ വ്യാപാരങ്ങൾക്ക് ശക്തി പകർന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്താനും അതിലൂടെ തെക്കൻ ഭാരതം മുഴുവൻ തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാനും ചേരന്മാർക്ക് സാധിച്ചു. ചേര സാമ്രാജ്യം തമിഴ് സാഹിത്യത്തിനും കലയ്ക്കും നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. ജനങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ചേര സാമ്രാജ്യത്തിലെ തദ്ദേശീയ കരകൗശല വിദഗ്ധർ, ശില്പികൾ, കലാകാരന്മാർ എന്നിവർക്ക് അകമഴിഞ്ഞ പിന്തുണയും ചേരർ നൽകിപ്പോന്നു. കല, വാസ്തുവിദ്യ, സംസ്കാരം എന്നിവയിലെ അവരുടെ സംഭാവനകൾ പ്രദേശത്തിൻ്റെ സ്വത്വത്തെ രൂപപ്പെടുത്താനും സഹായകരമായി. കൂടാതെ അവരുടെ മതപരവും സാംസ്കാരികവുമായ സംരക്ഷണം ഭരണാധികാരികളും അവരുടെ പ്രജകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തി.